ഹലോ. അടുത്തത് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ് കേട്ടോ. അതായത് ഇത് നമ്മുടെ ഈ ചാപ്റ്റർ 6ന്റെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ സപ്പോർട്ടിംഗ് ലൈൻ എന്താണെന്നാ പറയുന്നത്. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ, സപ്പോർട്ടിംഗ് ലൈൻ എന്ന് പറയുമ്പോൾ അതൊരു സപ്പോർട്ട് പോലെ ആയിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞുതരാം. ഫൈ എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണ് ഫൈ എങ്കിൽ ഏതൊരു ആഹ്, ഏതൊരു എം ബിലോങ്സ് ടു ആർ എടുത്താലും ലൈൻ വൈ ഈക്വൽ ടു എം ഇൻറ്റു വൈ ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ഫൈ ഓഫ് എക്സ് നോട്ട്. അതായത് ലൈനിൻ്റെ ഇക്വേഷൻ അല്ലേ. വിച്ച് പാസസ് ത്രൂ ദ പോയിന്റ് എക്സ് നോട്ട് ഫൈ നോട്ട് ഈസ് കോൾഡ് ദ സപ്പോർട്ടിംഗ് ലൈൻ അറ്റ് ഫൈ ഇഫ് ഇറ്റ് ലൈസ് ബിലോ ദ ഗ്രാഫ് ഓഫ് ഫൈ. അതായത് നമ്മൾ ഇതൊരു ലൈനിൻ്റെ ഇക്വേഷനാണ്. എം സ്ലോപ്പ് ഉള്ള ഒരു ലൈനിൻ്റെ ഇക്വേഷൻ. അപ്പം ഇത് സപ്പോർട്ടിംഗ് ലൈൻ ആണെന്ന് പറയണമെങ്കിൽ ഗ്രാഫ് എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും. സോറി. ആ അതായത് ഈ ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് ലൈന് ആയിരിക്കും. ഫൈ ഓഫ് എക്സ് അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തും പോലെ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സപ്പോർട്ടിംഗ് ലൈൻ. ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ഫൈ ഓഫ് എക്സ് നോട്ട്. അങ്ങനെയുള്ള ലൈനുകളെ നമ്മൾ വൈ ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ഫൈ ഓഫ് എക്സ് നോട്ട്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലൈനുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? സപ്പോർട്ടിംഗ് ലൈൻ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ലൈന് സപ്പോർട്ടിംഗ് ലൈൻ ആണെങ്കിൽ if and only if its slope m lies between the left hand and the right hand derivative of f at x naught. അത് നമുക്കറിയാലേ, സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതല്ലേ നമ്മുടെ സപ്പോർട്ടിംഗ് ലൈന്. അപ്പം ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതല്ലേ നമ്മുടെ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ്. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെയും സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആ പോയിന്റിന്റെ ഡെറിവേറ്റീവ് എടുക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ ആ പോയിന്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെയും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെയും ഇടയിലാണ് സ്ലോപ്പ് എങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? അതൊരു സപ്പോർട്ടിംഗ് ലൈന് ആവുള്ളൂ. പിന്നെ ഒരു ഗ്രാഫിന് അറ്റ്ലീസ്റ്റ് എന്തുണ്ടാവും? ഒന്ന് കൂടുതൽ സപ്പോർട്ടിംഗ് ലൈൻസ് ഉണ്ടാവാം, അറ്റ്ലീസ്റ്റ് വൺ സപ്പോർട്ടിംഗ് ലൈന് ഉണ്ടാവും. ഇത് അത്രയും കാര്യങ്ങളാണ് സപ്പോർട്ടിംഗ് ലൈനിൻ്റെ പറയുന്നത്. ഇനി നമ്മൾ ജെൻസൻസ് ഇൻഈക്വാലിറ്റി ആണ് കേട്ടോ പറയുന്നത്. ജെൻസൻസ് ഇൻഈക്വാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്. നമ്മൾ നോക്കി നോക്കുക. ഫൈ എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണ്. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റീൻ്റെ ഇടയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കോൺവെക്സ് ഫംഗ്ഷൻ ആണ്. എഫ് ഈസ് ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1. എഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 എന്താണ്? ഇൻറ്റഗ്രബിൾ ആണ്. ആൻഡ് ഫൈ കോമ്പോസിഷൻ എഫ് ഓൾസോ ഇൻറ്റഗ്രബിൾ. ഫൈ കോമ്പോസിഷൻ എഫും ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഫൈ ഓഫ് ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 ഫൈ കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് ജെൻസൻസ് ഇൻഈക്വാലിറ്റി പറയുന്നത്. ഫൈ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കോൺവെക്സ് ഫംഗ്ഷനാണ്. എഫ് ഇൻറ്റഗ്രബിൾ ആണ്. ഫൈ കോമ്പോസിഷൻ എഫും ഇൻറ്റഗ്രബിൾ ആണ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 എങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൂഫിന് വേണ്ടി ആദ്യം നമ്മൾ എന്തിനെടുത്തു? നമ്മുടെ ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇല്ലേ, അതിനെ നമ്മൾ എന്തെന്ന് ഡിഫൈൻ ചെയ്ത? ആൽഫ. ആൽഫ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് കൊടുക്കുക. അപ്പം നമ്മൾ ഈ ആൽഫ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെയും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെയും ഇടയിലുള്ള സ്ലോപ്പിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? എം എന്ന് വിളിച്ചു. അപ്പോൾ വൈ ഈക്വൽ ടു എം ഇൻറ്റു, നമ്മൾ ഇവിടെ ഫംഗ്ഷൻ വാല്യൂവിൽ എക്സ് ഉള്ളതുകൊണ്ട് വേറൊരു വേരിയബിളാണ് കേട്ടോ എഴുതുക. വൈ ഈക്വൽ ടു എം ഇൻറ്റു ടി മൈനസ് ആൽഫ ഇൻറ്റു ഫൈ ഓഫ് ആൽഫ എന്ന് കൊടുത്തു. അപ്പോൾ ഇതെന്ന് പറയുന്നത്
ആൽഫേൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ ഇടയിലുള്ള സ്ലോപ്പ് അല്ലേ എം. അങ്ങനെയാണെങ്കിൽ ഇത് ആൽഫ കോമ ഫൈ ഓഫ് ആൽഫേൻ്റെ എന്തായിരിക്കും, സപ്പോർട്ടിംഗ് ലൈൻ ആയിരിക്കും, നമ്മൾ നോട്ടിൽ പറഞ്ഞ പോലെ. അപ്പോൾ ഇത് സപ്പോർട്ടിംഗ് ലൈൻ ആണെങ്കിൽ നമുക്കറിയാം അല്ലേ, സപ്പോർട്ടിംഗ് ലൈൻ ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ള പോയിന്റുകളിലൊക്കെ ഫൈ ഓഫ് ടി അല്ലേ, ഫൈ ഓഫ് എക്സിന് വരെ ഇവിടെ നമ്മൾ ടി ആണ് വേരിയബിൾ എടുത്തത്. അപ്പോൾ ഫൈ ഓഫ് ടി വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്, എം ഇൻറ്റു ടി മൈനസ് ആൽഫ പ്ലസ് ഫൈ ഓഫ് ആൽഫ എന്ന് നമുക്കറിയാലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫൈ എന്താണ്, ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ്. അതേപോലെ എഫ് എന്താണ്, ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ടിക്ക് പകരം എന്ത് കൊടുക്കുക, ഇത് ഏതൊരു ഫംഗ്ഷൻ എടുത്താലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും, ഏതൊരു വാല്യൂ. അപ്പോൾ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് എടുത്തു എന്ന് വിചാരിച്ചോ, അതാണല്ലോ ഫൈ കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത്. അതായത് ഫൈയിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് ഡിഫൈൻ ചെയ്തു. ഇതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് ആൽഫ പ്ലസ് ഫൈ ഓഫ് ആൽഫ എന്ന് വരും. ഇതെന്തിനോട് ഈക്വലാ, എം ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എം ഇൻറ്റു ആൽഫ പ്ലസ് ഫൈ ഓഫ് ആൽഫ. നമ്മൾ എന്ത് ചെയ്യുക, integral 0 to 1 phi of f of x, phi composition f of x. This is greater than or equal to m into integral 0 to 1 f of x minus m into alpha into integral 0 to 1 plus integral 0 to 1 phi of alpha എന്ന് കിട്ടും. ഇതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ, ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സിനെയാണ് നമ്മൾ ആൽഫ എന്ന് ഡിഫൈൻ ചെയ്തത്. സോ ദിസ് ഇസ് എം ഇൻറ്റു ആൽഫ മൈനസ് എം ഇൻറ്റു ആൽഫ പ്ലസ് ഇന്റഗ്രൽ 0 to 1 പൈ ഓഫ് ആൽഫ. ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് പോവും. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് കിട്ടും, ഇന്റഗ്രൽ 0 to 1 പൈ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 ഫൈ ഓഫ് ആൽഫ എന്ന് കിട്ടും. ഫൈ ഓഫ് ആൽഫ ഒരു കോൺസ്റ്റന്റ് അല്ലേ, അപ്പൊ ഇതിന്റെ ലിമിറ്റ് എന്താ, ഫൈ ഓഫ് ആൽഫ ഇൻറ്റു ഇന്റഗ്രൽ 0 to 1, അതും എന്തായിട്ട് കിട്ടും നമുക്ക്, 1 ആണ് അല്ലേ. സോ ദിസ് ഇസ് ഇന്റഗ്രൽ 0 to 1 ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഓഫ് ആൽഫ എന്ന് കിട്ടും. നമ്മൾ ആൽഫേന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് ഫൈ ഓഫ് ആൽഫ. ആൽഫ എന്തായിരുന്നു, ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ആണ്. ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫൈ കോമ്പോസിഷൻ എഫ് ആണ്. സോ ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇതായിരുന്നു നമ്മുടെ ജെൻസൻസ് ഇനീക്വാലിറ്റി. അങ്ങനെ നമ്മുടെ മൊഡ്യൂൾ 3 ചാപ്റ്റർ 6 കംപ്ലീറ്റ് ആയിട്ടോ.